ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ ഫുൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇത് എടുത്ത് വെച്ചിട്ട് ഇടാൻ പറ്റാതെ പോയൊരു എഡിറ്റ് ചെയ്യാൻ പറ്റാതെ പോയൊരു വീഡിയോ ആട്ടോ. അപ്പം ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ ചെറുപ്പം എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ എടുത്ത വീഡിയോ ആട്ടോ. എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര താമസം വന്നേ. കാരണം നമ്മൾ സ്റ്റിച്ചിങ് വർക്കും അതുപോലെ പാർലർ വർക്കും മേക്കപ്പ് വർക്കും ഒക്കെ ഒരേപോലെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റാതെ 24-ാം തീയതി ഷൂട്ട് ചെയ്ത വീഡിയോ ആട്ടോ ഇത്. അപ്പം നമ്മൾ നേരെ ചെറുപ്പിന് പോകാനായിട്ട് നമ്മൾ ടൗണിൽ കൊണ്ടുവന്നിട്ട് വണ്ടി വെച്ചിട്ട് കുറച്ച് ദൂരമുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് നടന്നിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഇത്രയും ജനങ്ങളുടെ ഇടയിലോട്ട് നമുക്ക് വണ്ടിയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ നമ്മൾ നടന്ന് തന്നെയാണ് ചെറുപ്പ് കയറേണ്ടത്. അപ്പം 2 അമ്പലത്തിലെ ഉത്സവങ്ങളാണ് ഈ ചെറുപ്പ് എന്ന് പറയുന്നത്. ഒന്ന് മുല്ലക്കയിലെ അമ്പലവും പിന്നെ ഒന്ന് കിടങ്ങാമ്പറമ്പ് അമ്പലമാണ്. അപ്പം ഈ 2 അമ്പലത്തിൻ്റെ ഇടയിൽ നല്ല ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല കടകളും വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നടന്ന് തന്നെ കാണണം. ഈ കാർണിവൽ ഉള്ളത് നമ്മുടെ മുല്ലക്കാൽ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും. അപ്പം അടിപൊളി കാരണം വെച്ചാൽ ഞങ്ങളുടെ പണ്ട് ഇതിനകത്തോട്ട് കയറത്തില്ല, നല്ല പൊടിയാണെന്ന് പറഞ്ഞാൽ അച്ഛൻ കയറ്റത്തില്ല. പിന്നെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോഴാണ്, പിന്നെയും വലുതായതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് ഇതിനകത്തൊക്കെ കയറിയത് തന്നെ. എന്നാലും ചെറിയ റൈഡ്സിലൊക്കെ കയറിയിട്ടുണ്ട്, കരഞ്ഞ് കാല് പിടിച്ചിട്ട് കയറിയിട്ടുള്ള സമയങ്ങളുണ്ട്. പൊടിയും കാര്യങ്ങളും ഒന്നും അല്ല, മെയിനായിട്ട് അച്ഛന് തന്നെ പേടിയാണ് ഇതിനകത്ത് കയറുന്നത്. അയ്യോ എന്നൊരു വെപ്പ് വെച്ചാൽ നമ്മൾ ഇല്ലാണ്ട് പോകും. അതുപോലെ നല്ല ജനം ഉണ്ടായിരുന്നു. നമ്മൾ ചെന്നത് 24 പറയുമ്പോഴത്തേക്കും നമ്മുടെ ക്രിസ്മസിൻ്റെ തലേന്ന് തന്നെയാണ് കേട്ടോ പോയത്. അപ്പോൾ നല്ല ജനം, അങ്ങോട്ട് നടക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല തിക്കും തിരക്കും ഒക്കെ ആയിട്ട് കടയൊക്കെ സൈഡിലാണ്, ഞങ്ങൾ നടുക്കൂടെയാണ് ഗൈസ് നടന്നത്. ഗൈസ് നമ്മൾ പമ്മിയെ പോകണം. ഇതിൻ്റെ ഇടയിൽ പെറ്റ്സ് വേൾഡ് പോലും കയറാൻ പറ്റില്ല. അങ്ങോട്ട് ഇങ്ങനെ അനങ്ങാൻ പറ്റണില്ല, അതുപോലെ തിരക്കായിരുന്നു. പെറ്റ്സ് വേൾഡിൽ ഈ ഓന്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ അതിന് ഷോയ്ക്ക് വേണ്ടിയിട്ടായി ഓന്തിനെയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ചെറുപ്പിൻ്റെ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ്. അച്ഛനും അമ്മയ്ക്കും കടലൊക്കെ ഇഷ്ടമാണ്. ക്യാബേജിനകത്ത് പയറല്ല കടലയും സോസൊക്കെ ഈ ഒരു ഇടയിലായിട്ടാണ് വന്നിട്ട്. കഴിഞ്ഞ പ്രാവശ്യം തൊട്ടാണ് ഞങ്ങൾ തിന്നു തുടങ്ങിയത്. അതിന് പിന്നെ സോസ് നോക്കി തരത്തില്ലായിരുന്നു. ഈ നല്ലൊരു ടേസ്റ്റ് ആട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഭയങ്കര എരിവാട്ടോ, ഇത് തിന്ന് കഴിയുമ്പോൾ ഭയങ്കര എരിവാണ്. സോസ് ഇടുമ്പോൾ കൊള്ളാം അല്ലേ? ചെറുപ്പിന് വരുന്നത്, പണ്ടൊക്കെ വരുന്നത് ഓരോ സാധനങ്ങൾ മേടിക്കാനായിട്ടാണ്. കമ്മല്, അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങൾ. ഇപ്പോൾ വരുന്നത് ഫുഡ് അടിക്കാനായിട്ടോ. ഇത് മെയിനായിട്ട് കഴിക്കണമെന്ന് ഈ പ്രാവശ്യം ഇറങ്ങിയൊരു വൈറൽ സാധനമാണല്ലോ. അപ്പം നമ്മൾ കഴിക്കണമെന്ന് വിചാരിച്ചു തന്നാട്ടോ അമ്മ എല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് 2 ഫ്ലേവർ ആട്ടോ വന്നത്. നമ്മൾ മഞ്ഞ ഫ്ലേവറാണ്, മഞ്ഞ പോലത്തെ ഒരു ബിസ്ക്കറ്റ് ഫ്ലേവറാണ് എഴുതുന്നത്. എരിവ് കൂടെ തിന്നുകൊണ്ട് നല്ലൊരു ഊത്തലുണ്ടായിരുന്നു വായിൽ. പക്ഷെ എന്തായാലും അടിപൊളി സംഭവമാണ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത് തിന്നിട്ട്. ഒരു യൂട്യൂബർ പോകണുണ്ടോ, അവൻ മേലിൽ കൂടെ പറന്നാണ് പോകണത്. എനിക്ക് ആളെ മനസ്സിലായില്ല, ആരാന്ന് എനിക്കറിയില്ല. ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പം നമ്മൾ പിന്നെയും തിരക്കിലോട്ട് പോവാണ് ഗൈസ്. പിന്നെ നമ്മളൊരു കപ്പലണ്ടിയൊക്കെ മേടിച്ച് ഫുഡായിരുന്നു പിന്നെ അങ്ങോട്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ കരിമ്പ് ജ്യൂസ്. അങ്ങനെ ഞങ്ങൾ കരിമ്പ് ജ്യൂസ് മേടിച്ച് ഒരു ഫ്രഷ് ആയിട്ടൊരു അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്തതും മേടിച്ചു കേട്ടോ. അന്നേരം ഞങ്ങൾ കരിമ്പൻ ജ്യൂസ് അവിടെ നിന്ന് തന്നെ കുടിച്ചു. അടിപൊളി കരിമ്പൻ ജ്യൂസ് ആയിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പം നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരു മധുരവും കാര്യങ്ങളൊക്കെ ഇല്ല, അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് ചെറുപ്പിൻ്റെ. ഇതിനകത്ത് നല്ല ഭീമയാണ് സ്പോൺസർ ചെയ്യുന്നത്. അപ്പം ഇതും ഇവിടെയും കടങ്ങാമ്പറമ്പിൻ്റെ അവിടെയും അതുപോലെ തന്നെ നമ്മുടെ മുല്ലക്കേട് അമ്പലത്തിൻ്റെ അവിടെയും വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ടി വിയിലൊക്കെ വരും. നമ്മൾ അതിലും വഴിയൊക്കെ പോയാലും ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ നേരെ കിടങ്ങാമ്പറമ്പ് അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് പോകണം. അമ്പലത്തിൽ ചിലപ്പോൾ പരിപാടിയും കാര്യങ്ങളൊക്കെ കാണും, ചിലപ്പോൾ നാടകവും അതിലെ എല്ലാ മറ്റേ TV ഷോ ആൾക്കാർ വന്നിട്ട് സോങ്ങും ഒക്കെ കാണും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാട്ടോ. ഇതാണ് നമ്മുടെ എൻട്രി. അപ്പം ഈ ഒരു ഭാഗത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. നമ്മുടെ കോടതിയുടെ അവിടെ നിന്ന് നേരെ കുറച്ച് കിഴക്കോട്ട് പോകണം. കിടങ്ങാമ്പറമ്പ് അമ്പലത്തിൽ പോയിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും പോയില്ല. ഈ ചേട്ടൻ കൈവച്ച് വരുന്നത് കണ്ടിട്ട് എനിക്ക് വന്നിട്ട് അപ്പുറത്തെ കടയിൽ പോയി ഞങ്ങൾ കോളിഫ്ലവർ കുറച്ച് വൃത്തിയുള്ള സ്ഥലത്തുനിന്ന് മേടിച്ച് കഴിച്ചിട്ടോ. എന്നിട്ട് ഒരു പാനിപ്പൂരിയുടെ മേടിച്ചു. അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ലെന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഒരു മാതിരി വളിച്ച ചൊവ്വ, ഇത് പിന്നെയും കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങളതെല്ലാം കഴിച്ച് നേരെ നാടകം കുറച്ച് നേരം കാണാൻ പോയി. നിന്ന് കണ്ടാട്ടോ, നമ്മൾ ഇരുന്നൊന്നുമില്ല. അവിടെ അത്ര ആൾക്കാരുണ്ടായിരുന്നു, നമുക്ക് ഇരുന്നാലും ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നാടകം കണ്ട് നമ്മൾ നേരെ തിരിച്ച് ആൽജോട്ടിൻ്റെ അവിടെ വന്നപ്പോഴത്തേക്കും എനിക്കൊരു കീച്ചെയിൻ ഇഷ്ടപ്പെട്ടു. നല്ല സോഫ്റ്റ് കീച്ചെയിൻ കേട്ടോ. വാ സൂപ്പർ. അയ്യോ എൻ്റെ മോന്തക്കൊക്കെ ഭയങ്കര കളർഫുൾ എടുക്കുന്നത് സത്യം.
നല്ല രസം ഉണ്ടായിരുന്നല്ലേ. അപ്പം നമ്മളും കുറച്ച് നേരം അതും കണ്ട് അങ്ങനെ ലയിച്ച് നിന്നു. എന്നിട്ട് നമ്മൾ മുല്ലക്ക ഭാഗത്തോട്ട് തിരിച്ചു വന്നിട്ട് അത്രയും ദൂരമുണ്ട്. അപ്പം നമ്മൾ അവിടെയാണ് കണ്ടോ, അവിടെ TV വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലും വഴി പോയാൽ നമ്മളൊക്കെ മറ്റേ TV-ക്കകത്ത് വരും ഗൈസ്. അപ്പം നമ്മൾ കുറച്ച് നേരം ഇതൊക്കെ നോക്കി ഇങ്ങനെ നിന്ന് നമ്മൾ പോയതുപോലല്ല തിരിച്ചു വന്നു. അപ്പം അത്ര ആൾക്കാരൊക്കെ കുറഞ്ഞു, നമുക്ക് അത്യാവശ്യം നടക്കാവുന്ന രീതിയിലായി. അപ്പം ഒട്ടും തിരക്കൊണ്ടേലും നമ്മൾ ആരും ഒന്നും അറ്റാക്കോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇത്രയും നാൾ ഞാൻ പോയിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ അങ്ങോട്ട് പോകുന്ന തിരക്ക് കണ്ടില്ല. അത്ര തിരക്കാണെങ്കിലും ഒരു ഡിസ്റ്റൻസ് ഇട്ടേ എല്ലാവരും നടക്കാറ്, ഒരു കാലിൻ്റെ ഡിസ്റ്റൻസ് ഇട്ടേ നടക്കാറുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ TV. നമ്മൾ ഇതിലും വഴി പോകുമ്പോൾ നമ്മളും TV-യിൽ വരും ഗൈസ്. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ കണ്ടോ അത്ര ആൾക്കാരൊന്നും ഇല്ല, നല്ല സുഖത്തോടെ നമ്മൾ നടന്നു വന്നു. പക്ഷെ എന്നാലും കാല് കുഴഞ്ഞു കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര പമ്മി പോയത് കൊണ്ടായിരിക്കും ഭയങ്കരമായിട്ട് കാലൊക്കെ വേദന എടുക്കും ഗൈസ്. നടന്ന് തളർന്ന് കാലൊക്കെ ഒരുമാതിരിയായി. ഹായ് ഗൈസ്, ഞങ്ങൾ ചെറുപ്പ് കണ്ട് കുഴിഞ്ഞു വന്നതാ. വയ്യ ഹെൽമെറ്റ് ഉണ്ടോ നോക്കട്ടെ. ഹെൽമെറ്റ് അവിടെ ഉണ്ടോന്ന് തോന്നുന്നു. വയ്യ അതെ വണ്ടി ഉണ്ടോ നോക്കട്ടെ. നടന്ന് വയ്യാണ്ടായി. ഇനിയിപ്പോൾ ബീച്ചിലോട്ട് എല്ലാം ഉണ്ട് ഗൈസ്. നമ്മുടെ 3 ഹെൽമെറ്റ് സേഫാണ്. കണ്ടോ ഇങ്ങനെ ഇട്ടാൽ നമുക്ക് ഹെൽമെറ്റ് സേഫായിട്ട് വെക്കാം. അമ്മ ഇത് പിടിയമ്മേ, അത് പിടി അവിടുത്തെ ഹെൽമെറ്റ് കണ്ട. ഇങ്ങനെ ഇതിൻ്റെ അകത്ത് വെച്ചാൽ നമുക്ക് സേഫായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും വെച്ചിട്ട് പോകാം. ഇതുപോലെ നമ്മൾ ബീച്ചിൽ വെളിയിൽ കൊണ്ടുവച്ചിട്ട് ഒരു ഹെൽമെറ്റ് അച്ഛൻ കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ ഫുള്ള് സേഫായിട്ട് വല്ലവരും എടുത്തുകൊണ്ട് പോയത്. അച്ഛൻ കളഞ്ഞതല്ല കേട്ടോ, അച്ഛൻ്റെ ഹെൽമെറ്റ്. ഞങ്ങൾ ബീച്ചിലെത്തി ഗൈസ്. അവിടെ ക്രിസ്മസ് പപ്പ ഉണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്. ഇവിടെ ഒരു വലിയ കുരങ്ങനുണ്ട് ഗൈസ്. അവിടെ കണ്ട അവതാർ അവതാറിന്റെ ഭാര്യ. ഈ പാട്ട് കേട്ടിട്ടാണല്ലേ ഡാൻസ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, നമ്മൾ ക്രിസ്മസിൻ്റെ തലേന്ന് വന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ പരിപാടികളൊക്കെ കാണാൻ പറ്റി. ഇതൊന്നും അല്ല നമ്മൾ കാണാൻ ബീച്ചിലോട്ട് വന്നതും നമ്മൾ അക്വേറിയം കാണാൻ വന്ന കേട്ടോ. അപ്പോൾ രാത്രി നമുക്ക് കാണാൻ പറ്റിയില്ല. അത് ഞങ്ങൾ വന്നപ്പോൾ തന്നെ അടച്ചു പൂട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അടുത്തു ഗൈസ്. നടന്ന് ഇപ്പം മണ്ണിക്കുടയി നടന്നു. നമ്മൾ ലൈറ്റ് കാണുന്നതിൻ്റെ അവിടെ നിന്ന് ഇവിടം വരെ നടന്നു. ഏകദേശം എത്താറായി തോന്നുന്നു. നമ്മൾ വന്നപ്പോൾ എല്ലാം തീർന്നു പോയി ഗൈസ്. ടിക്കറ്റ് കൗണ്ടറൊക്കെ തീർന്നു. ഇനിയിപ്പോൾ വേറൊരു ദിവസം വന്ന് കാണാം. ആൾക്കാരുണ്ട് കേട്ടോ, നല്ല ആൾക്കാരുണ്ട്. പക്ഷെ കാണാൻ പറ്റില്ല ഗൈസ്. പിന്നെ ഞങ്ങൾ പോയി ഐസ്ക്രീമൊക്കെ കഴിച്ചു. അവിടെ നേരെ കപ്പ കഴിച്ചു. പിന്നെ നമ്മൾ ഒരു കുലുക്കി കുടിച്ചു. കുലുക്കി എന്ന് പറയുമ്പം നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ കുലുക്കിയാണ്. എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഫാഷൻ ഫ്രൂട്ട്. ഇതിപ്പോൾ എന്നാത്ത ചതനം എന്ന് പറയുന്നത് കഴുതാണോ കുതിരയാണോ മനസ്സിലാകുന്നില്ല ഗൈസ്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയും കണ്ടവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, ഗുഡ് നൈറ്റ്. അപ്പം നമുക്ക് വണ്ടി ഞങ്ങൾ എടുക്കാൻ പോകട്ടോ. നമ്മൾ വണ്ടി കുറച്ച് ലോങ്ങിലാണ് വെച്ചത്. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. ബൈ.